നമസ്കാരം. ഇറാനിലെ സ്ത്രീകളുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് നരകതുല്യമെന്ന് വിശേഷിപ്പിച്ചാൽ ഒരുപക്ഷെ കുറഞ്ഞു പോകും. നരകമെന്ന് തന്നെയാകും അതിനെ വിശേഷിപ്പിക്കേണ്ടി വരിക. സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടിരുന്ന, മതത്തിൻ്റെ പേരിൽ സ്ത്രീകളെ വരിഞ്ഞു മുറുക്കിയ മതഭരണകൂടത്തിൻ്റെ ചെകിട്ടത്ത് കിട്ടിയ അടിയായി മാറുകയായിരുന്നു രാജ്യത്തെ പ്രക്ഷോഭങ്ങൾ ഓരോന്നും. എന്നാൽ മൃഗങ്ങളോടെന്ന പോലെയുള്ള നടപടികളാണ് ഇതിൻ്റെ പേരിൽ അവിടുത്തെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നതും. ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞാൽ വധശിക്ഷ എന്നതാണ് ഇറാനിലെ മതഭരണകൂടത്തിൻ്റെ നിലപാട്. എതിർപ്പുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇറാനിൽ തൂക്കിക്കൊലകളുടെ എണ്ണവും വർദ്ധിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം 2000-ഓളം പേരെയാണ് തൂക്കിക്കൊന്നത്. ഇത്തരം വധശിക്ഷകളുടെ കൂട്ടത്തിൽ എന്നും വേദനയായി നിൽക്കുന്ന ചില പേരുകളുണ്ട്. ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപ് ഭരണകൂട ഭീകരതയിൽ ജീവൻ നഷ്ടമായ ചിലർ. അക്കൂട്ടത്തിൽ ഒരാളാണ് അവസാന നിമിഷം വരെ പോരാടിയ റെയ്ഹാന ജബ്ബരി എന്ന പെൺകുട്ടി. 2014 ഒക്ടോബർ 25-ന് തൂക്കിലേറ്റപ്പെടുമ്പോൾ റെയ്ഹാനയ്ക്ക് 26 വയസ്സായിരുന്നു. 2007-ൽ തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചയാളെ കുത്തിക്കൊന്നു എന്നതായിരുന്നു അവൾ ചെയ്ത കുറ്റം. തൻ്റെ ഓഫീസിൻ്റെ ഇന്റീരിയർ ഡിസൈനിങ് കരാർ റെയ്ഹാനയ്ക്ക് നൽകിയ വ്യക്തി പിന്നീട് അവരെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിൽ നിന്ന് രക്ഷ നേടാനായിരുന്നു തൻ്റെ സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവൾ അയാളെ കൊലപ്പെടുത്തിയത്. വധശിക്ഷ ഒഴിവാക്കാൻ രാജ്യമെങ്ങും പ്രതിഷേധം നടന്നു. ഒന്നും സംഭവിച്ചില്ല. കേസ് പരിഗണിച്ച ആദ്യ ജഡ്ജി റെയ്ഹാനയുടെ വാദങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിച്ചെങ്കിലും കേസ് മറ്റു കോടതികളിൽ എത്തിയതോടെ അതായിരുന്നില്ല സാഹചര്യം. ബലാത്സംഗം ചെറുക്കാനുള്ള ശ്രമത്തിനിടെ കുത്തിയെങ്കിലും കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് റെയ്ഹാന കോടതികളിൽ പറഞ്ഞു. 2009-ൽ ടെഹ്റാൻ കോടതി അവളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. വധശിക്ഷയ്ക്കെതിരെ അപ്പീലുമായി അതേ വർഷം സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. രാജ്യത്തെ പരമോന്നത കോടതി ആ ശിക്ഷ ശരിവെച്ചു. താൻ ചെയ്തതിൽ അവൾ ഒരിക്കലും ഖേദിച്ചിരുന്നില്ല. തെറ്റ് ചെയ്തില്ല എന്ന ബോധ്യമായിരുന്നു അമ്മയ്ക്ക് എഴുതിയ കത്തിൽ അവൾ പ്രകടിപ്പിച്ചിരുന്നതും. എൻ്റെ അമ്മ ചെയ്യേണ്ടത് ഇതാണ്. ഞാൻ മരിക്കുമെന്ന് ഉറപ്പാണ്. അവരെന്നെ തൂക്കിലേറ്റും. എൻ്റെ ശരീരം പൂർണ്ണമായും മണ്ണിൽ കിടന്ന് അഴുകാൻ അനുവദിക്കരുത്. ഹൃദയം, വൃക്ക, കണ്ണുകൾ, എല്ലുകൾ എന്ന് മാത്രമല്ല, എന്തൊക്കെ നൽകാനാകുമോ അതെല്ലാം ദാനം ചെയ്യണം. സമാനമായിട്ടാകണം നൽകാൻ. അവയവങ്ങൾ നൽകിയത് ഞാനാണെന്ന് അവരറിയരുത്. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത്. ഹൃദയത്തിൽ തട്ടിയാണ് ഞാനിത് അമ്മയോട് പറയുന്നതെന്നായിരുന്നു തൂക്കിലേറ്റുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് റെയ്ഹാന അമ്മയ്ക്ക് എഴുതിയ കത്തിൽ പറഞ്ഞിരുന്നത്. ഇറാനിലെ ഭരണകൂട ഭീകരതയിൽ സ്വന്തം ജീവൻ നഷ്ടമായവരിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാനാകാത്ത പേരാണ് മഹ്സ അമീനി എന്ന പെൺകുട്ടിയുടേത്. 2022 സെപ്റ്റംബർ 17-നാണ് ഇറാനിലെ സദാചാര പോലീസായ ഗഷ്തി ഇർഷാദ് കസ്റ്റഡിയിലെടുത്ത മഹ്സ അമീനി മരണപ്പെടുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് അമീനി മരിക്കുന്നതെന്നും അത് യുവതിക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണെന്നുമായിരുന്നു പോലീസിന്റെ ഭാഷ്യം. എന്നാൽ സദാചാര പോലീസിന്റെ മർദ്ദനമാണ് അമീനിയുടെ മരണ കാരണമെന്നാണ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഘടകം പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നത്. ഇതേ തുടർന്ന് അമീനിയുടെ മരണത്തിലും ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. വനിതകളടക്കം കൂടുതൽ പേരുടെ മരണത്തിനാണ് ഈ പ്രക്ഷോഭം പിന്നീട് ഇടയാക്കിയത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പൗരാവകാശ സംഘടനകളുടെ മുറവിളികൾ വലിയ രോദനമായി മാറി. രാജ്യദ്രോഹം, ദൈവഹിതത്തിന് വിരുദ്ധം, സായുധ കലാപത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ കാരണങ്ങളാൽ നിരവധി വനിതകൾ അന്ന് കൊല്ലപ്പെട്ടു. ഗസാലെ ചലബി, സഹറ ബഹ്റാവി, മിനു ബജീരി എന്നിവരും അന്ന് കൊല്ലപ്പെട്ടു. ടെഹ്റാനിലെ അസദ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ അഹുദാരിയയുടെ പേരും ഒഴിവാക്കാനാകാത്തതാണ്. ഹിജാബ് ധരിച്ചില്ലെന്ന് പറഞ്ഞ് സുരക്ഷാ ഭടന്മാർ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. 2024 നവംബർ 2-നായിരുന്നു ഈ സംഭവം. ഈ അപമാനത്തിനും അടിച്ചമർത്തലിനുമെതിരെയും ശക്തമായ പ്രതിഷേധമുണ്ടായി. അവൾ തൻ്റെ ബാക്കിയുള്ള വസ്ത്രങ്ങൾ അഴിച്ച് അടിവസ്ത്രം മാത്രം ധരിച്ച് ക്യാമ്പസിലിരുന്നു. പിന്നീട് പുറത്തേക്ക് നടന്നു. ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അന്ന് വ്യാപകമായി പ്രചരിച്ചു. അവളുടെ പ്രതിഷേധം ഇറാനിലെ സ്ത്രീകളുടെ പ്രതിരോധത്തിൻ്റെ പ്രതീകമായി മാറി. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന മറ്റൊരാളായിരുന്നു തരാന. ഓസ്കാർ പുരസ്കാരം ലഭിച്ച ദ സെയിൽസ്മാനിലെ നായികയാണ് തരാന. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് വധശിക്ഷ നൽകിയ മൊഹ്സിൻ ഷെക്കാരിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയായിരുന്നു അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ജയിലറയ്ക്കുള്ളിലും തരാന തകർന്നില്ല. അവളുടെ മൗനം തന്നെ വലിയ പ്രതിഷേധമായി അന്ന് മാറി. 2025-ൽ മാത്രം കഴിമരത്തിലേറ്റിയവരുടെ എണ്ണത്തിൽ ഇറാനിൽ അസാധാരണമായ വർധനമാണ് ഉണ്ടായത്. പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് 2000-ഓളം പേരെയാണ് 2025-ൽ മാത്രം തൂക്കിക്കൊലപ്പെടുത്തിയത്. മുൻ വർഷത്തേക്കാൾ ഇരട്ടിയാണ് ഈ സംഖ്യ എന്നത് ഏറെ ഞെട്ടിക്കുന്നതാണ്. പല തൂക്കിക്കൊലകളും കുട്ടികളടക്കമുള്ളവരുടെ മുന്നിൽ വെച്ചാണ് നടത്തുന്നതെന്ന ഭീകരതയുമുണ്ട്.